ബംഗളൂരുവിൽ കോളേജിലെ ഓണാഘോഷത്തിനിടെ ഉണ്ടായ ആവേശം സിനിമാ മോഡൽ സംഘർഷം ആശങ്ക പരത്തുന്നു. ഒന്നാം വർഷ വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് പരിസരവാസികളാണ് പ്രശ്നം ഉണ്ടാക്കിയതെന്നാണ് സൂചന. സംഭവത്തിൽ മലപ്പുറം സ്വദേശിയായ മുഹമ്മദ് സാബിത്ത് എന്ന മൂന്നാം വർഷ വിദ്യാർത്ഥിക്ക് കുത്തേറ്റിരുന്നു. ആചാര്യ നഴ്സിംഗ് കോളേജിലാണ് ഓണാഘോഷത്തിനിടെ സംഘർഷമുണ്ടായത്. സംഭവത്തിൽ 4 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ ആദ്യം വരുന്നിടത്തിന് ഇവന് ഇവിടെ പഠിക്കുന്ന പോലത്തല്ല, ഇവിടെ പഠിക്കുന്ന ചെക്കനൊന്നല്ല. ഇവിടെ ഇവനെ ആണെങ്കിൽ ഇന്നലെ ഓണപ്പരിപാടിക്ക് ഇന്നലെ കോളേജിൻ്റെ അകത്ത് വെച്ചിട്ട് ഇവനിവിടെ ഫാക്കൽറ്റീസിന് അനുഭവത്തോടു കൂടിയിട്ട് ഇവൻ വടിയെല്ലാം എടുത്തിട്ട് നമ്മളെ നേരത്ത് കുറേ അടിച്ചല്. അതിൻ്റെ അകത്തുനിന്നാണെങ്കിൽ ഒരു ചെക്കൻ്റെ അവന് ഇടിയോളിൽ ഉപയോഗിച്ച് അടിച്ചിട്ട് മുഖത്തുനിന്ന് ചോരെല്ലാം വന്നിന്. അപ്പോൾ ആ ടൈമാണെങ്കിൽ പിന്നെ അപ്പോൾ നമ്മൾ തിരിച്ചടിക്കാനോ പിടിക്കാനോ അതിനോടൊന്നും നിന്നിട്ടൊന്നുമില്ല. പിന്നെ വെച്ചാൽ രാത്രി അതേ ദിവസം രാത്രി ഇവരൊരു കാറിലും ഒരു 4-5 ബൈക്കിലും ഒരു ടീം ബാക്കിൽ എന്നെ ഫോളോ ചെയ്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയതായിരുന്നു. എൻ്റെ നേരെ ബാക്കിലെ ഫോളോ ചെയ്ത് നമ്മളെ ചേസ് ചെയ്തിട്ട് നമ്മളെ ബൈക്കിന് മുമ്പിൽ നിർത്തി. നമ്മളിത് കാരണം വെച്ചാൽ ഇതിങ്ങനെ ബൈക്കും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ മേടിച്ചിട്ട് നേരെ റൂമിൽ പോയിട്ടാണെങ്കിൽ ഇവനാണെങ്കിൽ നമ്മളെ ബൈക്കും കണ്ട് കറക്റ്റ് റൂം ചെയ്താൽ മനസ്സിലായി. ഇവൻ എന്താക്കി, ഇവന് ആൽബിന്, പിന്നെന്താ സുഹൈല്, പിന്നെ സിജോ, കെവിന്, ഇങ്ങനെ കുറെ ടീമുണ്ട്. ഇവരൊന്നും ഇവിടെ പഠിക്കുന്നൊന്നല്ല. ഇതിൽ 2-3 ചെക്കന്മാർ മാത്രമേ ഇവിടെ പഠിക്കുന്നില്ലോ. ബാക്കിയൊന്നും ഇവിടെ വെറുതെ വർക്ക് ചെയ്യുന്ന ടീമാ. ഇവരാണെങ്കിൽ ഡോറ് തുറന്നു കൊടുത്തിട്ടില്ല, നമ്മൾ പേടിച്ചിട്ട് തുറന്നു കൊടുത്തിട്ടില്ല. എന്നിട്ട് നമ്മൾ എന്താക്കി ഡോറ് ചവിട്ടി പൊളിച്ച് അകത്ത് കയറിയിട്ട് നമ്മളാണെങ്കിൽ ഈ 3 പേര് ഈ പ്രശ്നത്തിൽ ഇല്ല. ഈ കോളേജിൻ്റെ അകത്ത് പോലെ നമ്മൾ ഈ പ്രശ്നമായിട്ട് ബന്ധമൊന്നുമില്ല. നമുക്ക് അറിയുന്ന ഒരു ചങ്ങായിട്ട് അങ്ങനെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ലാസ്റ്റ് ഇവരാണെങ്കിൽ കയറിയിട്ട് അകത്ത് കയറിയിട്ട് ചവിട്ടിയിട്ട് ഇടിവളി ഉപയോഗിച്ച് പിന്നെന്താ കത്തി ഉപയോഗിച്ചിട്ട് പിന്നെന്താ അബ്ഡോമിനെല്ലാ ഭാഗത്ത് കുത്തുകയും ചെയ്തു. ഇവനെ അടിച്ചേ ഇവൻ ആദ്യം തന്നെ ഇതിനുള്ളിൽ കയറി ഇടിവളെടുത്ത് ഒരു മൂക്കിന് 4-5 കുത്ത് തന്നെയും കുത്തി. പിന്നെ ബാക്കിയുള്ള 2 ചെക്കന്മാർ ഒരുത്തനെന്നാക്കി വാതേ കിട്ടീനവന്. അപ്പോൾ എന്നൊക്കെ അതിന് കത്തീനും കൊണ്ട് പിടിച്ച് കുത്തി കയറ്റി. വിശദാംശങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഈ ആചാര്യ നഴ്സിംഗ് കോളേജിലെ ഈ സംഭവം ഒരു ഒറ്റപ്പെട്ടതല്ല. അവിടുത്തെ വിദ്യാർത്ഥികൾ, ബംഗളൂരുവിൽ പഠിക്കുന്ന മലയാളി വിദ്യാർത്ഥികൾ പറയുന്നതനുസരിച്ച് ഈ ആവേശം സിനിമ പുറത്തിറങ്ങിയ ശേഷം ഇതുപോലുള്ള ഭീകരമായ കാഴ്ചകൾ പല ദിവസങ്ങളിലും കാണാൻ കഴിയും, പല ക്യാമ്പസുകളിലുമുണ്ട്. ഇവിടെ നമ്മൾ ആ സിനിമയ്ക്ക് സമാനമായ, ആവേശം സിനിമയ്ക്ക് സമാനമായ രീതിയിൽ കോളേജിലുണ്ടായ പ്രശ്നം, അതേ തുടർന്ന് ഹോസ്റ്റലിലെ ഒരു കൂട്ടം യുവാക്കൾ സംഘടിച്ചെത്തി, അതും ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികൾക്കൊപ്പം സംഘടിച്ചെത്തി വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ഒരു വിദ്യാർത്ഥിക്ക് കുത്തേൽക്കുന്നു, നിരവധി പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ഇവിടെ ആശങ്കാജനകമായ കാര്യം അതല്ല. ഇവിടെ ആക്രമണം നടത്തുന്ന വിദ്യാർത്ഥികളെ അവരെ പോലീസ് സംരക്ഷിക്കുന്നു, പോലീസ് കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. കാരണം അവിടെ ലോക്കൽസ് ആയിട്ടുള്ള ക്രിമിനൽസാണ് ഈ അക്രമ സംഭവങ്ങൾക്ക് പിന്നിൽ. ഈ ആചാര്യ നഴ്സിംഗ് കോളേജിലെ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് നടപടിയാണ് പോലീസ് സ്വീകരിച്ചിട്ടുള്ളത്? ടോം, 4 വിദ്യാർത്ഥികൾക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതിൽ മാഹി സ്വദേശിയായ ആദിത്യനുമുണ്ട്. പക്ഷേ മറ്റ് സഹപാഠികൾ പറയുന്നത് ഇവർ മാത്രമല്ല, ഇവർക്ക് നേതൃത്വം നൽകുന്നത് ഭരത് എന്നുള്ള ഒരു യുവാവാണ്. അയാൾ ഈ കോളേജിൽ പഠിക്കുന്നതല്ല, പകരം ഈ ബംഗളൂരുവിൽ തന്നെ ഉള്ള ഒരു ഗുണ്ടാ സംഘങ്ങളെ പോലെ പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഇവരാണ് ഈ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ നടത്തുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് കൂട്ടായി നിൽക്കുകയും ഇത്തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ അഴിച്ചുവിടുകയും ചെയ്തത് ഭരത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണെന്നാണ് മറ്റ് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നത്. അവർക്കെതിരെ പോലീസ് ഇതുവരേക്കും കേസെടുത്തിട്ടുമില്ല. ഭരത്തിനെതിരെ പോലീസ് കേസെടുത്തിട്ടുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോളേജ് പോലും ഈ കേസ് തേച്ചുമാച്ച് കളയുന്ന ഒരു നടപടികളിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ് സഹപാഠികൾ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് പോലീസ് ഇവർക്കെതിരെ നടപടി എടുക്കാത്തത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി ബാക്കി നിൽക്കുന്നു. ഈ കോളേജിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്ക്, അല്ലെങ്കിൽ കോളേജിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടാകുന്ന തർക്കങ്ങൾക്ക് എന്തിനാണ് പുറത്തുനിന്ന് ആളുകളെ കൊണ്ടുവരുന്നത്? അവരാണ് ഈ കുത്തേറ്റ സുഹൈലിനൊക്കെ കുത്തിയതും ഇവരാണെന്നാണ് കണ്ടുനിന്ന ദൃക്സാക്ഷികൾ അടക്കമുള്ള വിദ്യാർത്ഥികൾ പറയുന്നത്. എന്തായാലും സുഹൈൽ ആരോഗ്യനില, അപകടനില തരണം ചെയ്തിട്ടുണ്ട്. വയറിനൊക്കെ കുത്തേറ്റു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ മറ്റ് വിദ്യാർത്ഥികൾക്കും ഗുരുതരമായി പരിക്കേറ്റു. നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ, ആ ഓഡിയോ സന്ദേശത്തിൽ തന്നെ കേൾക്കാം അവർ അനുഭവിച്ച വേദന, അവർക്കെതിരെ ഏതൊക്കെ വിധത്തിലുള്ള ആക്രമണമാണ് ഉണ്ടായതെന്ന് ആ കുട്ടി കൃത്യമായി വിവരിക്കുന്നുമുണ്ട്.
പോലീസിന്റെ നടപടി ആ വിധത്തിലാണ് പുരോഗമിക്കുന്നത്. ഈ വിദ്യാർത്ഥികളുടെ നവമി, പരിക്കേറ്റ അതാണ് കാരണം വിദ്യാർത്ഥികളുടെയും 4 ആ സംഭവ പേർക്കെതിരെ നിലവിൽ കേസെടുത്തു. പക്ഷേ അവിടെ ഈ ആക്രമണത്തിന് നേതൃത്വം നൽകി അവിടുത്തെ ലോക്കൽസ് ആയിട്ടുള്ള അവിടുത്തെ ഒരു ക്രിമിനൽ സംഘത്തിൽപ്പെട്ട ഭരത്തിനെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. ഇയാളാണ് ഈ ആവേശം സിനിമാ മോഡലിലെ രംഗണ്ണൻ എന്നാണ് പറയപ്പെടുന്നത്. ഇതുപോലെ ഓരോ ക്യാമ്പസുകളിൽ ഇതുപോലുള്ള രംഗണ്ണന്മാരുണ്ട്. ക്യാമ്പസുകളിലെത്തി ഭീതി പരത്തി വിദ്യാർത്ഥികളെ ആക്രമിക്കുന്നവർ. പോലീസ് ഇവർക്ക് ഒത്താശ നൽകുകയല്ലേ? അങ്ങനെ വേണം കണക്കാക്കാൻ. ഈ കോളേജിലെ വിദ്യാർത്ഥികൾ പറയുന്നത് പ്രകാരം ഇത് ആദ്യമായിട്ടല്ല, ഇതിനു മുൻപും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മറ്റു കോളേജുകളിലുമൊക്കെ ആവേശം സിനിമ ഇറങ്ങിയതിന് ശേഷം ആ രീതിയിൽ കോളേജിലെ കുട്ടികളെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ടർ എന്നുള്ള രീതിയിലേക്കാണ് ഈ മറ്റുള്ള പുറത്തു നിന്നുള്ള ആളുകൾ വരുന്നത്. ഈ ആദിത്യൻ പോലും കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ട വ്യക്തിയാണ്. അത് പഠനം പോലും പൂർത്തീകരിച്ചില്ല. കോളേജിന് സമീപത്ത് തന്നെ ഒരു ടാറ്റു സ്റ്റുഡിയോ ഇയാൾ തുടങ്ങുകയും അവിടെയാണ് ഈ ഗുണ്ടകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഭരത്തിനെ പോലുള്ള മറ്റ് അംഗങ്ങൾ എല്ലാവരും തന്നെ എത്തുന്നത് ആ സ്റ്റുഡിയോയിലാണ്. അവിടെ വെച്ചാണ് ഇവർ ഗൂഢാലോചന നടത്തുന്നത് അല്ലെങ്കിൽ ഈ കുട്ടികളുമായി സംസാരിക്കുന്നതും ഇടപഴകുന്നതും ഒക്കെ ആ സ്ഥാപനം കേന്ദ്രീകരിച്ചാണെന്നൊക്കെ ഈ വിദ്യാർത്ഥികൾ പറയുന്നുമുണ്ട്. പോലീസ് എന്തുകൊണ്ടാണ് ഇവർക്കെതിരെ നടപടിയെടുക്കാത്തത് അല്ലെങ്കിൽ ഇത്തരത്തിൽ അതിക്രമം കാണിക്കുന്ന യുവാക്കൾക്കെതിരെ എന്തുകൊണ്ട് കടുത്ത നടപടിയുമായി പോലീസ് മുന്നോട്ട് പോകുന്നില്ല എന്നതിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് പോലീസിന് പോലും, ബംഗളൂരു പോലീസിന് പോലും എന്ന കാര്യം കൂടി ഈ കോളേജിലെ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നുണ്ട്. കോളേജ് ഹോസ്റ്റലിലേക്ക് എങ്ങനെയാണ് കോളേജ് അധികൃതരുടെ അനുമതിയില്ലാതെ ഈ യുവാക്കൾക്ക് പുറത്തു നിന്നുള്ള ആളുകൾക്ക് അതിക്രമിച്ചു കടക്കാൻ കഴിയുക, അല്ലെങ്കിൽ ആരാണ് ഇവർക്ക് അതിനുള്ള അനുമതി നൽകിയിരിക്കുന്നത്, എന്തുകൊണ്ട് കോളേജ് നടപടി എടുക്കുന്നില്ല എന്ന കാര്യങ്ങളൊക്കെ കുട്ടികൾ ചോദിക്കുന്നുമുണ്ട്. എന്തായാലും പോലീസിന്റെ അന്വേഷണം ആ രീതിയിൽ പുരോഗമിക്കുമ്പോൾ നീതി ലഭിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് തന്നെയാണ് കുട്ടികളും പറയുന്നത്. വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. നവമി സൂചിപ്പിച്ചതുപോലെ ഇതുപോലുള്ള അക്രമ സംഭവങ്ങൾ ബംഗളൂരുവിലെ പല ക്യാമ്പസുകളിലും നടക്കുന്നുണ്ട്. പക്ഷേ ഇതുപോലുള്ള രംഗന്മാരുടെ പുറകെ ആവേശത്തിൻ്റെ പോയാൽ പിന്നീട് അവരുടെ ജീവിതത്തിൽ, ഈ വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകൾ നിങ്ങൾ തിരിച്ചറിയണം. കാരണം ഒരു ക്രിമിനൽ കേസിൽ പെട്ടുകഴിഞ്ഞാൽ അതിൻ്റെ നിയമ നടപടികൾ നിങ്ങളുടെ വിദ്യാഭ്യാസത്തെ പോലും അത് ബാധിക്കുമെന്നാണ് കുട്ടികൾ മനസ്സിലാക്കേണ്ടത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാണ്.